നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിപ്പോൾ നിൽക്കുന്നത് വാഗമണ്ണിലാണ്. വാഗമണ്ണിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് കേന്ദ്രത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വാഗമണ്ണ് കേൾക്കുമ്പോഴത്തേന് എല്ലാവർക്കും മൊട്ടക്കുന്നും പൈൻവേലിയൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജും വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജിലോട്ടല്ല പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് വാഗമൺ അഡ്വഞ്ചർ പാർക്കിലെ ഫ്ലവർ ഗാർഡനിലേക്കാണ് പോകുന്നത്. ഇടുക്കി DTPCയും കേരള സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രവും ഗ്രീൻ എസ്കേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡുമായി ചേർന്ന് ഒരുക്കിയ ഒരു പദ്ധതിയാണ് അഡ്വഞ്ചർ പാർക്കിലെ ഫ്ലവർ ഗാർഡന്. അതുപോലെ തന്നെ മ്യൂസിക്കൽ ഫൗണ്ടൻ്റെ ഫോട്ടോ പോയിൻറ്റ്സുകൾ, അങ്ങനെ നിരവധി കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ഫസ്റ്റിൽ തന്നെ ഞങ്ങൾ അതിനകത്തോട്ട് കയറാനുള്ള എൻട്രി ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. പകൽ സമയത്താണെങ്കിൽ മുതിർന്നവർക്ക് 60, കുട്ടികൾക്ക് 30, ഈവനിങ് ആകുമ്പോഴത്തേന് അത് 100, 50 ആകും. അങ്ങനെയാണ് അവിടുത്തെ എൻട്രി ടിക്കറ്റ്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാം. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 9 മണി വരെയാണ് പ്രവേശനം. പുഷ്പമേള സന്ദർശിക്കാൻ എത്തുന്നവർക്ക് മറ്റ് വിനോദ ഉപാധികളും ഇവിടെ ഉണ്ട്. വൈദ്യുത ദീപാലങ്കാരത്തോടു കൂടിയ വിവിധ ഫോട്ടോ പോയിന്റുകളും കുട്ടികൾക്ക് പാർക്കും മ്യൂസിക്കൽ ഫൗണ്ടനും ഒക്കെ മികച്ചൊരു കാഴ്ചാനുഭവമാണ് നമുക്ക് ഇവിടെ നിന്ന് സമ്മാനിക്കുന്നത്. ഗാർഡനിലെ ഓരോ ചെടികളും വിവിധ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സസ്യങ്ങളാണ്. പൂനെ, ബാംഗ്ലൂർ മാത്രമല്ല കാശ്മീരിൽ നിന്ന് വരെ ചെടികളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വേനൽ ചൂടിനെ ഒന്ന് തണുപ്പിച്ച് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമ വരുന്നൊരു കാഴ്ചയാണ് ഇനി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈദ്യുത അലങ്കാരത്തോടു കൂടിയ ഫോട്ടോ പോയിന്റുകൾ, മ്യൂസിക്കൽ ഫൗണ്ടൻ്റെ DJ തുടങ്ങിയവ നമുക്കൊരു ആഘോഷ രാവ് തന്നെയാണ് സമ്മാനിക്കുന്നത്. മൊട്ടക്കുന്നിൽ എല്ലാവരും പ്രോഗ്രാമൊക്കെ കാണാൻ വേണ്ടി റെഡിയായിരിപ്പുണ്ട്. ഞങ്ങളും ഇവിടെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഐഡിയാസ് ഒന്നും ഇല്ലായിരുന്നു. താഴെ ഒരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. അവിടെ പോയി ഞങ്ങൾ ഒരു കോഫിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വന്ന് ഇരിക്കുകയാണ് റെഡിയായിട്ട് പ്രോഗ്രാം കാണാനായിട്ട്. ആകെപ്പാടെ ഞങ്ങൾക്കൊരു വിഷമം വന്നത് ദേവൂട്ടി ഞങ്ങളോട് ഇല്ല എന്നുള്ളൊരു വിഷമമാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പം നമ്മുടെ പ്രോഗ്രാമിലേക്ക് കിടക്കുകയാണ്. വാഗമണ്ണിലെ കാഴ്ചകളൊന്നും തീർന്നിട്ടില്ല. ഇനി അടുത്ത വീഡിയോസിലൊക്കെ വരുന്നതാണ്. അപ്പോൾ നമുക്കിനി മ്യൂസിക്കൽ ഫൗണ്ടൻ്റെത് കാണാം.